നമ്മൾ എവിടെ നോക്കിയാലും വ്ളോഗർമാരാണ് നമുക്കറിയാം. യൂട്യൂബ് ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ഒരു കാഴ്ചകൾ നോക്കുകയാണെങ്കിൽ ഈ രോഹിത് എന്ന യൂട്യൂബറെ നമുക്കറിയാം. ഗ്രീൻ ഹൗസ് എന്ന ചാനലിലൂടെ അദ്ദേഹം വളരെ പ്രശസ്തനാണ്. അദ്ദേഹത്തിനെതിരെയൊക്കെ ആളുകൾ രംഗത്ത് വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ അമ്മയും സഹോദരിയും കൊടുത്ത പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഒരു കേസൊക്കെ പോലീസ് എടുത്തിട്ടുണ്ടായിരുന്നു. സ്വന്തം വീട്ടിനുള്ളിലെ കാര്യങ്ങൾ, അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇത്തരത്തിൽ കണ്ടന്റാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് ഇപ്പോൾ നമ്മൾ പലതരത്തിൽ പലരിൽ നിന്നും കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇത് ഈ ഒരു പ്രവണത അത് ശരിയാണോ? എന്നുവെച്ചാൽ ഈ പച്ചവീട്ടിൽ പ്രശ്നേഷ് എന്ന് വിളിക്കപ്പെടുന്ന കക്ഷിയുമായി ബന്ധപ്പെട്ട കേസ് എനിക്ക് സീരിയസ്ലി അത് അറിയില്ല കേട്ടോ. അതിൻ്റെ ജെനുവിനിറ്റി എനിക്കറിയില്ല. ഇപ്പോൾ പോലീസിൽ പരാതിയുണ്ട്, അതിന് പേര് തർക്കത്തിന് എന്തൊക്കെ വീഡിയോ ഉണ്ട്, മറ്റു ചില വീഡിയോ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അയാളുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്തുമാത്രം ജെനുവിൻ ആണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. എനിക്ക് അങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ പരാതിയുടെ മെറിറ്റ് പരിശോധിച്ചു. കാരണം കേരളത്തിലെ വിവിധ ഫാമിലി ഗ്രൂപ്പുകൾ എടുത്ത് നോക്കിയാൽ അതിനകത്ത് വരുന്ന പ്രാങ്ക് വീഡിയോകൾ, പരസ്പരമുള്ള സംഘട്ടനങ്ങൾ, സംഘർഷങ്ങൾ, പിന്നെ ഒരുമിച്ച് ചേരലുകൾ, പിന്നെ അവരുടെ ഒരു ഐക്യപ്രഖ്യാപനം, വീണ്ടും പിളരുകൾ, ഇതൊക്കെ നമ്മൾ ശരിക്കും മണ്ടന്മാരാക്കുന്ന പല കണ്ടന്റും ഇതിനകത്ത് വരുന്നുണ്ട്. സോ അതുകൊണ്ട് ഈ സംഘർഷം ഇപ്പോൾ അവർക്ക് ഭയങ്കര ട്രാഫിക്കാണ് ആ വീഡിയോയ്ക്കെല്ലാം. അപ്പോൾ സമീപകാലത്ത് കേരളത്തിലെ പല യൂട്യൂബേഴ്സിൻ്റെയും ട്രാഫിക് വല്ലാതെ കുറയുന്നുണ്ട്, ട്രാക്ഷൻ കുറയുന്നുണ്ടാണ് നമ്മൾ കാണുന്ന കാര്യം. അതിനിടയ്ക്ക് ഇത്തരം ഇത് വേറെ തന്നെ യൂണിവേഴ്സാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന എനിക്കറിയാം. നമ്മൾ ഈ പറയുന്ന കാര്യം ഇങ്ങനൊരു സംഭവമുണ്ട്. ഒരു ഗ്രൂപ്പ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ എല്ലാവർക്കും അറിയണമെന്നില്ല. എന്നാൽ ഒരു വലിയ എനിക്കൊന്നും 1 കോടി സംതിങ് അങ്ങാണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരുണ്ട്. കൃത്യം എനിക്കറിയില്ല. അതൊരു ഫാമിലി വ്ളോഗറാണ്. പിന്നെ ഒരുപാട് കേരളത്തിലുണ്ട്. അപ്പോൾ അതിൽ വരുന്ന കണ്ടന്റുകൾ പലതും ഈ പറയുന്ന തരത്തിൽ അങ്ങോട്ടും അടിയുണ്ടാക്കുന്നത്, വീട്ടുകാർ തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുന്നത്, പിന്നെ അവരുടെ പ്രഗ്നൻ്റ് ആവുന്നത് മുതൽ പ്രസവിക്കുന്നത് വരെയുള്ള സന്ദർഭങ്ങൾ, അതിനകത്തുണ്ടാകുന്ന പലതരത്തിലുള്ള ഡ്രമാറ്റിക് ആയിട്ടുള്ള സീനുകൾ, ഇതൊക്കെ അവതരിപ്പിച്ചും അത്തരം കണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ടാണ് അവർ വലിയ സ്വീകാര്യം നൽകുന്നത്. ചീത്ത പറയുന്നവർ, അശ്ലീലം പറയുന്നവർ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൻ്റെ ഒരു ഇൻഡെപ്തായിട്ടുള്ള സംഗതി എന്താണ് എന്ന് പറയാൻ ഞാൻ ആളല്ല. പിന്നെ ഈ കണ്ടന്റ് വാർ എന്ന് പറയുമ്പോൾ എന്താണ് പറയാം, ഈ പുതിയ കാലത്ത് എന്തുമാത്രം വ്യൂവർഷിപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് ആലോചിക്കും. നമ്മുടെ സംസ്കാരം, ധാർമ്മികത പോലുള്ള കാര്യങ്ങളിൽ പറയുന്നതിൽ എന്തുമാത്രം ശരിയുണ്ട് അത് എനിക്കതിനെക്കുറിച്ച് ഉറപ്പില്ല. സംസ്കാരത്തെക്കുറിച്ചും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ കണ്ടന്റ് ധാർമ്മികമായിരിക്കണം എന്ന അഭിപ്രായം എനിക്കുണ്ട്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കുറച്ചുകൂടി ജെന്യുവിൻ ആയിരിക്കണം. അത് ആളുകളെ എന്തുമാത്രം ആരൊക്കെ ആയിരിക്കും അതിൻ്റെ കാഴ്ചക്കാർ, അത് ആളുകളെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കാൻ ഇടയുണ്ടാകുമെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ചെറിയ മകൾ ഫോൺ കയ്യിലിട്ട് അല്ലെങ്കിൽ യൂട്യൂബിലൂടെ നോക്കുകയും ഈ പറയുന്ന പേജുകളൊക്കെ കാണുന്നു, അതിനകത്ത് ചെന്ന ഷോർട്സ് ആൻഡ് റീലുകളൊക്കെ കാണുകയും ചെയ്യുന്ന ആളാണ്. അതിൽ പറയുന്ന സംഗതികളൊക്കെ പുള്ളിക്കാരെ സ്വാധീനിക്കും. അതിൽ കാണുന്ന സ്റ്റോറീസ് അല്ലെങ്കിൽ പാട്ടുകൾ, ഡാൻസ് സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ അതിനകത്തെ കോമിക് പീസുകളൊക്കെ സ്വാധീനിക്കും. അപ്പോൾ മോശം കണ്ടന്റ് ഉണ്ടാക്കി വെറും റീച്ചിന് വേണ്ടി മോശം സംഗതി ഉണ്ടാക്കുക, മോശം വാക്കുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ മോശം ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യുക, അനാവശ്യമായ അപകടകരമായ പ്രാങ്കുകൾ ചെയ്യുക, അതൊക്കെ എന്തുമാത്രം ആളുകളെ സ്വാധീനിക്കുന്നതാണെന്നുള്ള ഉത്തരവാദിത്വ ബോധം കൂടി ഇതുണ്ടാക്കുന്ന ആളുകൾക്കുണ്ടായാൽ കൊള്ളാമെന്ന അഭിപ്രായം എനിക്കുണ്ട്. അതിനപ്പുറത്തേക്ക് നിങ്ങളുടേതെല്ലാം സാംസ്കാരികപരമായിരിക്കണം, ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ ഒന്നിയായിരിക്കണം എന്ന് ഞാൻ പറയുന്നത്. അതൊക്കെ ആൾക്കാരുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷേ കുറച്ചുകൂടെ റെസ്പോൺസിബിളായ കണ്ടന്റ് ഉണ്ടാക്കുക എന്നാണ്. ലോകത്ത് എല്ലായിടത്തും ഇങ്ങനെയൊരു കണ്ടന്റ് വാറിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ പരിധി വിട്ടു പോകുന്നു. ഇപ്പോൾ നിങ്ങൾ വെറുതെ യൂട്യൂബ് പോയാൽ പോലും ആളുകൾ മൈൻഡ് ചെയ്തിട്ടായിരിക്കും ഭയങ്കരമായി ആക്ഷേപിക്കുന്ന തരത്തിലുള്ള തംബ്നെയിലുകളില്ലേ, നടിമാരെ അല്ലെങ്കിൽ പബ്ലിക്കിലുള്ള ആളുകളെ, മാധ്യമപ്രവർത്തകരെ, ഇവരെയൊക്കെ ആക്ഷേപിക്കുക, അവരുമായി ബന്ധപ്പെട്ട് വളരെ തെറ്റായിട്ടുള്ള ഒറ്റനോട്ടത്തിൽ സൂചന കൊടുക്കുന്ന തരത്തിലുള്ള പടങ്ങളും തലക്കെട്ടുകളും ഉപയോഗിക്കുക. അങ്ങനെയും സ്വന്തം സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുക. ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള കുയിലുകളെ കാണാൻ പറ്റും ഫേസ്ബുക്കിലൊക്കെ പോയാൽ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, എന്തും ചെയ്യാം. സോഷ്യൽ മീഡിയ അല്ലേ, അത് സ്വാഭാവികമാണെന്നൊക്കെ ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന തരത്തിൽ പോലും അത് സാധാരണമാക്കപ്പെട്ട് കഴിഞ്ഞു. അത് ഒരു എന്തുമാത്രം ക്വാളിറ്റേറ്റീവ് ആണെന്ന് എനിക്ക് സംശയമാണ്. അത് നമ്മളെ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ടോക്സിക് ആക്കും. അതുകൊണ്ട് അതൊക്കെ മാറുന്നെങ്കിൽ നല്ലതെന്ന് പറയും. എനിക്കതിനെക്കുറിച്ച് അതിനപ്പുറം ഒന്നും പറയാൻ തോന്നുന്നില്ല. ജിംസൺ എന്താ തോന്നുന്നത്, ഈ പരിധി വിടൽ ഇത് റീച്ച് മാത്രം കണക്കിലെടുത്തിട്ടുള്ള പരിപാടിയായിരിക്കും? നമ്മൾ അതിന് എന്താണ്, കാട് കാണാതെ മരം മാത്രം കാണരുത്. ഒന്ന്, ഈ ലോകത്ത് തന്നെ ഈ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എന്നുള്ളത് ഭയങ്കരമായിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞ ഒരു 5-6 വർഷത്തിനുള്ളിൽ തന്നെ. പ്രത്യേകിച്ചും കോവിഡിന് ശേഷം അതായത് ടെലിവിഷൻ കാണുന്ന പ്രേക്ഷകരുടെ എണ്ണം കുറയുകയാണ്. ടെലിവിഷൻ, ടി വി, നമ്മൾ വീട്ടിലിരുന്ന് ടി വിയിൽ ഈ പറയുന്ന ചാനലുകൾ കാണുന്ന ആളുടെ എണ്ണം കുറഞ്ഞ് പകരം എന്തെന്നു ഡിജിറ്റൽ മേഖലകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിൽ, പ്രത്യേകിച്ചും ഈ ജെൻസി എന്ന് പറയുന്ന ആ ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവർ സിനിമ കാണുന്നത് തന്നെ കുറഞ്ഞു. അവരെന്താണ് ഷോർട്ട് വീഡിയോസ്, റീൽസ്, അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഉപകരണം ഇതായി മാറി, ഫോണായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിലെന്തൊക്കെ
കണ്ടൻറ്റുകൾ വരുന്നു. ഈ കണ്ടൻറ്റുകളുടെ പ്രൊഡക്ഷൻ തന്നെ ഡീസെൻട്രലൈസ് ചെയ്യപ്പെട്ടു. മുമ്പ് കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ സിനിമ, ടെലിവിഷൻ പ്രോഗ്രാമുകളൊക്കെ വലിയ സ്റ്റുഡിയോകളിൽ വലിയ വില കൂടിയ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ച് ഷൂട്ട് ചെയ്ത് വലിയ വില കൂടിയ താരങ്ങൾ അഭിനയിച്ച സാധനങ്ങളാണ് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് അതല്ല. ഇന്ന് ഒരു ഒറ്റമുറി വീട്ടിലിരുന്നുകൊണ്ട് ഒരാൾ ചെയ്യുന്ന ഒരു കണ്ടൻറ്റ് അതിന് കോടിക്കണക്കിന് പ്രേക്ഷകർ ഉണ്ടാകുന്നു. അപ്പോൾ കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഡിജിറ്റൽ ലോകത്ത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. സിനിമാ താരങ്ങളെ നമ്മൾ സൂപ്പർ താരങ്ങൾ എന്ന് വിളിക്കുന്നിടത്ത് ഇവിടെ ഇൻഫ്ലുവൻസേഴ്സ് സൂപ്പർ താരങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മൊത്തം ലാൻഡ്സ്കേപ്പ് മാറി. മാറിയപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോഴാണല്ലോ ഈ ചോദ്യം വരുന്നത്, എന്താ ഗ്രീൻ ഹൗസ് യൂട്യൂബ് ബ്ലോഗറുടെ പേര് മറന്നുപോയി, പ്രശ്നേഷ്. സത്യത്തിൽ ആ യൂണിവേഴ്സിൽ ഞാനില്ല, ഞാൻ കാണാറില്ല. പക്ഷേ എൻ്റെ മക്കൾക്കൊക്കെ അറിയാം ഈ പറയുന്ന ആളെ. പക്ഷേ ഇവരിന്ന് രാവിലെ ഞാൻ സംസാരിച്ചപ്പോൾ പിള്ളേർക്കൊക്കെ അറിയാം. ഓക്കെ, പ്രശ്നേഷ്. അപ്പോൾ ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റിയെ പറ്റിയുള്ള ഒരു പ്രശ്നം ഈ ഫാമിലി വ്ളോഗിങ്ങിനെ കുറിച്ചാണ് ഇത് വരുന്നത്. ഒന്ന്, അവരുടെ സ്വകാര്യതയാണ് അവർ വിൽക്കാൻ വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മളൊരിക്കലും ബ്രീച്ച് ചെയ്യാത്തൊരു കാര്യമാണല്ലോ നമ്മുടെ പ്രൈവസി എന്ന് പറയുന്നത്. നമ്മുടെ പ്രൈവസി വേറെ ആൾ ബ്രീച്ച് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നു, ഈ പ്രൈവസി തന്നെ വിൽപ്പനയ്ക്ക് വയ്ക്കുകയാണ്. ഞാൻ കുളിക്കാൻ പോകുന്നു ഗൈസ്, അല്ലെങ്കിൽ ഞാൻ കുട്ടിയെ നോക്കുന്നു ഗൈസ്, ഇതാ കുട്ടികളെ കാണിക്കുന്നു, ഭാര്യയെ കാണിക്കുന്നു. ഭാര്യാഭർത്തൃ ബന്ധം, ഐ മീൻ വീട്ടിൽ ഭർത്താവിന് വേണ്ടി കുക്ക് ചെയ്യുന്ന ഭാര്യ, ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഭാര്യ, ലിപ്സ്റ്റിക് ഇടുന്ന ഭാര്യ, അങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള കണ്ടൻറ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യും. പാട്രിയാർക്കലായിട്ടുള്ള ചില രീതികളൊക്കെ ഈ കുടുംബങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരും. ശരിയാണ്, കാരണം അത് പുതിയ തലമുറയെ സ്വാധീനിക്കും. അപ്പോൾ ഞാൻ ഭർത്താവിന് വേണ്ടി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് തലയിൽ ഒരു തോർത്തൊക്കെ ചുറ്റി അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കുന്നു, ഭർത്താവിന് കാപ്പി കൊടുക്കുന്നു. ഇത്തരം കണ്ടൻറ്റ് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും ഉണ്ട്. അതായത് നമ്മുടെ സൊസൈറ്റൽ നോം അനുസരിച്ചുള്ള ഒരു ഭാര്യയായിട്ട് ഒരു ദിവസം മുഴുവൻ ആക്ട് ചെയ്യും, ക്യാമറയ്ക്ക് മുമ്പിൽ ആക്ട് ചെയ്ത് അത് കണ്ടൻറ്റായിട്ട് കൊടുക്കുന്ന ആളുകളുണ്ട്. പിന്നെ കുട്ടികൾ, ഈ കുട്ടികളുടെ കണ്ടൻറ്റ് വരുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികളുടെ സ്വകാര്യതയുണ്ടല്ലോ. അപ്പോൾ ഈ കുട്ടികളുടെ സ്വകാര്യത ബ്രീച്ച് ചെയ്യാമെന്ന് അതിൻ്റെ പേരൻസ് തീരുമാനിക്കുകയാണ്. ഈ വളർന്നു വരുന്ന ഈ കുട്ടി ഈ കുറേ കഴിഞ്ഞിട്ട് ഈ വീഡിയോസ് കാണുമ്പോൾ അവർക്ക് എന്തായിരിക്കും തോന്നുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതൊരു നൈതികമായ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. ഇനി അതിനൊക്കെ അപ്പുറത്ത് ഓൺലി ഫാൻസ് പേജസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പ്ലാറ്റ്ഫോമുണ്ട്. അവിടെ നടക്കുന്ന ശരിക്കും ഡിജിറ്റൽ പ്രോസ്റ്റിറ്റ്യൂഷനാണ് എന്നുള്ളൊരു വാദം കൂടിയുണ്ട്. അതുകൊണ്ട് അവിടെയും അത് വളരെ സെക്യൂറായിട്ടുള്ള, പ്രധാനമായ സ്ത്രീകളാണല്ലോ ആ മേഖലയിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് വളരെ സെക്യൂറായിട്ടുള്ള, മറ്റു ഉപദ്രവങ്ങളോ അപകടങ്ങളോ ഇല്ലാത്ത ഒരു മേഖലയായിട്ട് അവരതിനെ കാണുന്നുണ്ട്. ഇത് കോവിഡിന് ശേഷം ഉണ്ടായ ഒരു മാറ്റമാണ്. ഡിജിറ്റൽ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാവുന്ന രീതിയിൽ ഓൺലി ഫാൻസ് പേജുകൾ കോടിക്കണക്കിന് ഡോളറിൻ്റെ ബിസിനസ്സായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സിനിമ ഇൻഡസ്ട്രി, അതുപോലെ ടെലിവിഷൻ ഇൻഡസ്ട്രി, എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണല്ലോ, ഇതിനെ കവച്ച് വയ്ക്കുന്ന ഒന്നായിട്ട് ഡിജിറ്റൽ മേഖലയിലെ എൻ്റർടൈൻമെൻറ്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഉയരുന്ന ചില നൈതികമായ ചോദ്യങ്ങളാണ് ഈ പറയുന്ന ഫാമിലി വ്ളോഗേഴ്സ്, അതുപോലെ കുട്ടികളെ ഉപയോഗിച്ചിട്ടുള്ള വ്ളോഗിങ് തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിക്കുന്നത്. അവിടെ നമ്മൾ പ്രധാനമായിട്ട് പ്രശ്നം എന്താണ്, അവർ നാടകം കളിക്കുന്നു, ഡ്രാമ കളിച്ചിട്ട് നമ്മളെ പറ്റിക്കുന്നു എന്നുള്ളതാണ്. ഇത് കാണുന്ന ആളുകൾക്ക് അറിയില്ല ഇത് ഡ്രാമയാണെന്നുള്ളത്. എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വ്ളോഗിനിടയ്ക്ക് ഇവർ തമ്മിൽ ഉടക്കുണ്ടാവുന്നു, രണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, രണ്ടിനും ആളുണ്ടാവുന്നു, കുറേ അധികം ആളുകൾ രണ്ടുപേരുടെയും പക്ഷം പിടിച്ച് കമൻറ്റിൽ രംഗത്ത് വരുന്നു. കുറേ കഴിയുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചു ഗൈസ് എന്ന് പറഞ്ഞാൽ അവിടെ വീണ്ടും വരുന്നു. ഈ രണ്ട് ചാനലുകളും വേറെ നിലനിൽക്കുന്നു. ഇതൊരു ബിസിനസ് തന്ത്രമാണെന്ന് മനസ്സിലാവില്ല ആൾക്ക്. എനിക്ക് തോന്നുന്നില്ല. ആളുകളെ സംബന്ധിച്ച് ഇതിന് കുറേ അധികം പ്രേക്ഷകരുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, അവർക്ക് ഇതിൽ സ്പെൻഡ് ചെയ്യാൻ സമയമുണ്ട്, ഇതവർ ചെയ്തോട്ടെ. പക്ഷേ ഇതിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ കാണുന്നൊരു പ്രശ്നം, ഫാമിലി വ്ളോഗിങ്ങിലൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന് കുട്ടികളുടെ സ്വകാര്യത ലംഘിക്കപ്പെടുന്നു. അവിടെ ആ കുട്ടികളുടെ ഏജൻസി പേരൻസാണ് എടുക്കുന്നത്. ആ കുട്ടികളെ എങ്ങനെ കാണിക്കാം, അവരുടെ പ്രൈവസി നമുക്ക് പ്രശ്നമില്ലെന്ന് അവർ തീരുമാനിക്കുകയാണ്. അത് മറ്റു പല ചോദ്യങ്ങളും ഉണ്ടാവും, അവർക്ക് കൗണ്ടർ നറേറ്റീവ്സും ഉണ്ടാവും, അത് വേറെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിലെ കണ്ടൻറ്റ് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളിതിൻ്റെ ജഡ്ജ്മെൻ്റലായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ നമുക്ക് ഏതായാലും പറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്യാമറ തുറന്നു വെച്ച് എനിക്ക് പ്രൈവസി വേണ്ട, നാട്ടുകാർ മൊത്തം കണ്ടോട്ടെ, എൻ്റെ കുടുംബ പ്രശ്നത്തിൽ നാട്ടുകാർ മുഴുവൻ അഭിപ്രായം പറഞ്ഞോട്ടെ, എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ എന്നെ ആളുകൾ ചീത്ത വിളിച്ചോട്ടെ എന്നൊരാൾ തീരുമാനിക്കുകയും അങ്ങനെ ഞാൻ ജീവിക്കാൻ തീരുമാനിക്കും, അങ്ങനെയും പണം ഉണ്ടാക്കാൻ തീരുമാനിക്കും, ഒരു കഴിവുമില്ലാതെ. അതായത് ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അതാണല്ലോ, വർഷങ്ങളോളം എഞ്ചിനീയറിംഗ് പഠിച്ച് ഒരു IT പ്രൊഫഷണലിന് കിട്ടുന്ന കാശും ഒരു കഴിവുമില്ലാത്തൊരു യൂട്യൂബർ കിട്ടുന്ന കാശ് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിക്കണം എന്ന് ഒരാൾ തീരുമാനിച്ചാൽ അങ്ങനെ ജീവിക്കാം, അങ്ങനെ വേണ്ട എന്ന് വിചാരിച്ച ഒരാൾ തീരുമാനിക്കാം. എൻ്റെ സ്വകാര്യത ബ്രീച്ച് ചെയ്യപ്പെടാം, എനിക്ക് കാശ് കിട്ടിയാമെന്ന് ഞാൻ തീരുമാനിച്ചാൽ അങ്ങനെ ചെയ്തോട്ടെ. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരൊറ്റ പ്രശ്നം ഈ കുട്ടികളുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട കൺസേണാണ്. മറ്റൊന്ന്, ഇത് ഉണ്ടാക്കുന്ന സാംസ്കാരികമായ ഇൻഫ്ലുവൻസസ്. സിനിമയും ടെലിവിഷനും ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതലൊന്നും ഈ ചാനൽ ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നില്ല.
സിനിമയോളം അല്ലെങ്കിൽ ഈ ടെലിവിഷൻ പ്രോഗ്രാമുകളോളം അഡിക്റ്റീവ് ആണ് ഇതെന്ന് എനിക്ക് തോന്നുന്നില്ല. അഡിക്ഷനൊക്കെ ഉണ്ടാവും, പക്ഷേ ഇത് കണ്ടന്റ് ചെയ്യുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് പറയുന്ന ഒരു കാര്യം ശരിയാണെന്ന് വിശ്വസിക്കുന്ന കുറേ അധികം ആളുകളുണ്ടാവും. അപ്പോൾ എനിക്ക് ഉത്തരവാദിത്വം കൂടുതലാണ്. അത് ഓരോരുത്തർക്കും സ്വയം ആർജിക്കേണ്ട ഒരു ധാർമ്മികതയാണ്. ഞാൻ പറയുന്ന കാര്യം ശരിയാണെന്ന് വിശ്വസിക്കുകയും ഞാനാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിത്വത്തോടെ സംസാരിക്കുക, ബിഹേവ് ചെയ്യുക എന്നുള്ളത് അവനവൻ ആർജിച്ചെടുക്കേണ്ട ഒരു ധാർമ്മിക മൂല്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി.